ഹലോ, നമസ്കാരം. ഞാനിന്ന് നിങ്ങളുമായി ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഈ കാര്യം ലൈവിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയ കേട്ടോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ട് പിന്നെ ലൈവ് കട്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഒരുപാട് ന്യൂസും വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴും സത്യം പറഞ്ഞാൽ കറണ്ട് വന്നിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ നടക്കുന്ന ഹർത്താലിനെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ മരണങ്ങളായാലും കൊലപാതകങ്ങളായാലും ആത്മഹത്യകളായാലും ഒരുപാട് നടക്കുന്നുണ്ടല്ലേ. എന്നാൽ നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് സ്വന്തം അധ്യാപകൻ കാരണമെന്നറിയുമ്പോൾ അത് വല്ലാത്തൊരു വേദന തന്നെയാണല്ലേ. കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും കളിയാക്കലുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ നമ്മളെ സംരക്ഷിക്കേണ്ട അധ്യാപകരിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്ത് കരുതലാണ് നമുക്കുള്ളത്. ഇതിൻ്റെ വിയോഗ ദിവസത്തിലൊരു ഫ്രണ്ട് പറയുന്നത് കേട്ടു. ഡോക്ടർ റാം എന്ന് പറയുന്ന അധ്യാപകൻ എന്നല്ല, അദ്ദേഹത്തെ എന്ത് വിളിക്കാം, ഒരു സൈക്കോ എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. അദ്ദേഹം എല്ലാവരെയും കളിയാക്കുകയും ബോഡി ഷെയിം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരെ ഏത് രീതിയിൽ വേണമെങ്കിലും തരം താഴ്ത്തി അവരെ ചിത്രീകരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അയാൾക്ക് ഇതിനു മുൻപും സസ്പെൻഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് അതിനെപ്പറ്റിയൊരു പേടിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അയാൾക്കൊരു ഒരു കൂസലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊന്നും അയാൾ ചിന്തിക്കാറില്ല. ആരെയും ഏത് പിള്ളേരുടെ വേണമെങ്കിലും അവർ തരം താഴ്ത്തുന്ന ഒരു രീതിയും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന വ്യക്തികളെ കൊണ്ട് തന്നെ അടുപ്പിക്കുകയും ആ അടി കൊടുക്കുമ്പോൾ അയാൾ ചോദിക്കുന്നത് അയ്യോ താൻ എന്താ ഗേ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അയാൾ ഭയങ്കരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ആ കുട്ടികൾ തന്നെ അന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. നാളിതുവരെ ആയിട്ടും ആ സൈക്കോയെ ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല എന്നതാണ് വളരെ ശ്രദ്ധേയം. അതങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ അല്ലേ. ജനാധിപത്യ രാജ്യമാണ് ഇവിടം. എന്നാൽ പണമുണ്ടെങ്കിൽ എന്ത് തെണ്ടിത്തനം വേണമെങ്കിലും കാണിക്കാം, ആരുടെ മേൽ വേണമെങ്കിലും പഴി വെച്ച് കെട്ടാം. പാവപ്പെട്ടവന് നീതിയുമില്ല ന്യായവുമില്ല. അവരൊക്കെ ഓടിയാൽ എത്ര വരെ ഓടും എന്നൊക്കെയാണ് ഇവിടെ ഉള്ളവരുടെയൊക്കെ ചിന്ത. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ വ്യക്തി വാണ നാട് ഇപ്പോൾ ഏത് സ്ഥിതിയിലാണ് വന്നെത്തി നിൽക്കുന്നത്. പഠിക്കാൻ പോകുമ്പോൾ ജാതി മതം, ജോലിക്ക് പോകുമ്പോൾ ജാതി മതം, കല്യാണം കഴിക്കുന്ന സമയത്ത് ജാതി മതം, എല്ലാത്തിനും ഇങ്ങനെ ജാതിയും മതവും നോക്കി ഈ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ താഴ്ന്ന മതക്കാരെയും താഴ്ന്ന ജാതിക്കാരെയൊക്കെ ഉയർന്നു വരാൻ അവർ വളരെയധികം കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നിറത്തിൻ്റെയും പണത്തിൻ്റെയും പേരിലും. പാവപ്പെട്ടവന് ഒരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ജോലി നേടാനോ അല്ലെങ്കിൽ ഒന്ന് പണക്കാരനാവാനോ ഈ സമൂഹം അവരെ അനുവദിക്കില്ല. കാരണം പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനായി തന്നെ കിടക്കണം. പാവപ്പെട്ടവനെ എന്തെങ്കിലും വീട് വെച്ചാലും അല്ലെങ്കിൽ ജോലി കിട്ടിയാലും അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചാലും അവർക്ക് ആ പണം അവർക്ക് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ ഉണ്ടാക്കി എന്ന് ചികഞ്ഞ് അവരുടെ കാര്യങ്ങൾ അറിയാനാണ് അവർ ശ്രമിക്കുന്നത്. ഇവിടെ കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാനിനി മാറ്റി ഷൂട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ പറയാൻ വന്ന കാര്യം ഞാനത് പറഞ്ഞു തീർത്തിട്ട് ഞാൻ വീഡിയോ നിർത്താം. അല്ലാതെ മാറ്റി ഷൂട്ട് ചെയ്യാനൊന്നും ഞാനിനി നിൽക്കുന്നില്ല. പണക്കാരൻ തെറ്റ് ചെയ്താലും അത് തെളിവ് നശിപ്പിക്കാനും അതിന് കൂട്ടു നിൽക്കാനും ആൾക്കാരുണ്ടാവും. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ തലയിൽ വെച്ച് തെറ്റ് ചെയ്തവൻ വളരെ മാന്യനായിട്ട് സമൂഹത്തിൽ ജീവിക്കും. അവനൊരു തെണ്ടിത്തനവും കാണിച്ചിട്ടില്ല, അവനൊരു കാര്യവും ചെയ്തിട്ടുമില്ല, ആർക്കും അവനൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇതൊക്കെ എന്നാണ് മാറാൻ പോകുന്നത്? വല്ല മാറ്റങ്ങളും ഉണ്ടാകുമോ? നിതിൻ രാജ് എന്ന വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തിന് മാത്രമാണ് പോയത്. വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും കൂലിവേല ചെയ്തുമൊക്കെ മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലെത്താൻ ശ്രമിക്കുമ്പോൾ ഇവനെപ്പോലുള്ള ഒരു സൈക്കോകൾ കാരണം അതെല്ലാം നഷ്ടമാവുകയാണ്. ആ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇതേ പ്രശ്നമല്ല, എന്ത് പ്രശ്നങ്ങളായിരുന്നാലും ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും പണത്തിൻ്റെ പേരിലായാലും നിറത്തിൻ്റെ പേരിലായാലും ഇതുപോലുള്ളൊരു അവസ്ഥകളിലൂടെ ആരും കടന്നു പോകരുത്, ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെറ്റ് ചെയ്തിട്ടുള്ളവർ ഉറപ്പായിട്ടും ശിക്ഷ അനുഭവിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.